സിമ്പിളായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പി നോക്കണവരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ആക്കിക്കോട്ടെ കേട്ടോ. അപ്പോൾ ബൂന്തിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാവുന്നുള്ളൂ, അത്രയ്ക്ക് സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലപ്പൊടി 1 കപ്പ് വേണം. 1 കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ ലേശം മഞ്ഞ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് ഒരു 3/4 കപ്പോളം വരണം വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കാം. ചിലപ്പോൾ വെള്ളം കുറച്ചും കൂടി ആവശ്യമുണ്ടാവും കേട്ടോ, അത് നിങ്ങൾ എടുക്കണം മാവിനനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഏതായാലും 3/4 കപ്പ് വെള്ളം എടുത്തിട്ട് ഈ ഒരു രീതിക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറേ പണിയാവുന്ന കരുതും. ഒന്നുമില്ല, ചട്ടിയിലോട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ നല്ല രീതിക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ലെവലല്ലേ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഓയിലോട്ട് ഒഴിക്കാൻ. ഓയിലോട്ട് ഒഴിക്കുമ്പോൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് കോരി ഒഴിച്ചാൽ മതി. വേറെ ഷേപ്പോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ നമ്മുടെ മിക്സി നോക്കിക്കോളും. അപ്പോൾ ഏതായാലും നമ്മളിത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറേ നേരം ക്രിസ്പി ആക്കേണ്ട ആവശ്യമില്ല. ഈ മാവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അത്രയ്ക്ക് സിമ്പിളാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പൊടിയിലോട്ട് ഉപ്പ് എന്തായാലും മസ്റ്റായിട്ട് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാതും അതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതിലോട്ട് ഷുഗർ സിറപ്പ് വേണം. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര, എത്രയാണോ കടലപ്പൊടി എടുക്കണം അതിനനുസരിച്ച് തന്നെ പഞ്ചസാര എടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ അതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ഗ്രാമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു നൂൽ പരിവ് ആവണ വരെ വെയിറ്റ് ആക്കുക. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം വെയിറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു നൂൽ പരിവായി ഉണ്ടാവും, ഒരു സ്ട്രിങ് ആവണ രീതിയിൽ ആയി ഉണ്ടാവും. കണ്ടില്ലേ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിണ്ടാവും. അങ്ങനെ ആയിന്ന് കണ്ടാൽ നമുക്ക് നേരെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നെക്സ്റ്റ് പോകേണ്ടത് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ ബാറ്റർ കൊണ്ട് ഒരു സംഭവം ചെയ്യാണ്ട് ഒന്നുമില്ല, അതൊന്ന് മിക്സിയിലോട്ട് ആഡ് ആക്കുക. എന്നിട്ടൊരു 4 പൾസ് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 4 പൾസ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ ബൂന്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇത് ശരിക്കൊരു മാജിക്കൽ റെസിപ്പിയാണ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല മിക്സിയിൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് സിമ്പിളായിട്ട് ബൂന്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതേപോലെ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ആക്കിക്കളി കേട്ടോ. ഇനി ഒന്നുമില്ല, ഈ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നത് നല്ല ചൂടായിട്ടുള്ള നമ്മൾ സിറപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സിറപ്പ് ഫുള്ള് നമ്മുടെ ബൂന്തി കുടിച്ചെടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മിക്സ് ആക്കിയിട്ട് ലേശം കൂടി വെള്ളം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അടുപ്പൊന്ന് ഓണാക്കിയിട്ട് ഒരു കുറച്ച് നേരം 1 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ എല്ലാ വെള്ളം പറ്റിയിട്ട് സെറ്റായിടാം. പിന്നെ നമുക്കൊന്ന് ബോൾ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഏതായാലും ഞാനിതൊരു 10 മിനിറ്റ് വെയിറ്റ് ആക്കാൻ നിൽക്കുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ അതിൽ ലേശം കൂടി വെള്ളത്തിൻ്റെ അംശമുണ്ട്. കാരണം നമ്മളിങ്ങനെ മിക്സ് ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ പിടിക്കാൻ പറ്റുന്നൊരു പാകമാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതിലിപ്പോൾ ലേശം കൂടി വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ലേശം നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് തീ കത്തിച്ചിട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏതായാലും നമ്മുടെ ബാറ്റർ കറക്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഏതായാലും ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ബോളാക്കിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഏതായാലും നല്ല രീതിക്ക് നമ്മുടെ ലഡു റെഡി ആയതുകൊണ്ട് സംഭവം സെറ്റ് ടേസ്റ്റാണ്. കടയിൽ നിന്ന് വാങ്ങിക്കണം അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയേക്കണം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ആക്കിക്കോ.